അവിശ്വാസ പ്രമേയത്തിലൂടെ യു.ഡി.എഫിന് ഭരണം നഷ്ടപ്പെട്ട പാലായിൽ ഇന്ന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 11 മണിക്കാണ് തെരഞ്ഞെടുപ്പ്. എൽ.ഡി.എഫിന്റെയും വിമത കോൺഗ്രസ് കൗൺസിലർമാരുടെയും പിന്തുണയോടെ സ്വതന്ത്ര അംഗം മായ രാഹുലും യു.ഡി.എഫിനായി റിയ ബിനോയും മത്സരിക്കും. പുളിക്കക്കണ്ടം കുടുംബത്തിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാർ നിലപാടെടുത്തതോടെയാണ് നഗരസഭാ ഭരണത്തിൽ പൊട്ടിത്തെറിയുണ്ടായത്. എൽ.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 4 കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണച്ചതോടെയാണ് റിയ ബിനു പുളിക്കക്കണ്ടത്തിന് സ്ഥാനം നഷ്ടമായത്. നിലവിൽ മായ രാഹുൽ ജയിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. എങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെയാണ് യു.ഡി.എഫിന്റെ തീരുമാനം. നിലവിൽ 9 പേരാണ് യു.ഡി.എഫിനൊപ്പം നിൽക്കുന്നത്. ഇതിൽ 3 പേർ പുളിക്കക്കണ്ടം കുടുംബത്തിലെ കൗൺസിലർമാരാണ്. ഇവരുമായി ചർച്ച നടത്തിയാണ് 8ാം വാർഡിലെ പ്രായം കുറഞ്ഞ കോൺഗ്രസ് കൗൺസിലർ റിയ ബിനോ ചീരാംകുഴിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 4 കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോട്ടയം DCC തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. വിമത കോൺഗ്രസ് കൗൺസിലർമാർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ്, രജിത പ്രകാശ്, ലിസിക്കുട്ടി മാത്യു എന്നിവരാണ് വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തത്. ഇതിൽ ലിസിക്കുട്ടി കോൺഗ്രസ് ക്യാമ്പിലേക്ക് തിരിച്ചുപോകാൻ നേതൃത്വവുമായി ചർച്ച നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വിധി എന്താകുമെന്ന് പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയില്ലെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.